എല്ലാവർക്കും Tintuzlifeലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ആക്ച്വലി ഒരു സാമ്പാർ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ആക്ച്വലി വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. ഈവൻ ബാച്ചലേഴ്സിന് വരെ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് കുറച്ച് പരിപ്പ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ആണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്കറിയാം മുരിങ്ങക്കോല് വേണം, പിന്നെ ക്യാരറ്റ്, അതേപോലെ തന്നെ സവാള ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പയറ്, ബീൻസ്, നമുക്ക് ഇഷ്ടമുള്ള എല്ലാ പച്ചക്കറികളും നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ. ആക്ച്വലി നമുക്കറിയാം സാമ്പാർ എന്ന് പറയുന്നത് ഒരു സൂപ്പാണ്, വെജിറ്റബിൾ സൂപ്പ് തന്നെയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ബ്രിഞ്ചാൾ വേണം, വഴുതനങ്ങ, പിന്നെ നമുക്ക് വെണ്ടയ്ക്ക വേണം, തക്കാളി വേണം, ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, പിന്നെ കുറച്ച് കോവയ്ക്കൊക്കെ ആഡ് ചെയ്യാം നമുക്കിതിലേക്ക്. നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് ഇഷ്ടമാണ് അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് താളിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയും ഒരു 5-6 ചുവന്നുള്ളിയും പിന്നെ ഒരു 3 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇത് സാമ്പാർ പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. സോ സാമ്പാർ പൊടി നമുക്ക് വേണം. അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ സാമ്പാറിന് വേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങും വേണം കേട്ടോ, അതും ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ, വാഴയ്ക്ക, ഉരുളക്കിഴങ്ങ്, തക്കാളി, അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുപ്പിൽ ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ്, അതായത് പെട്ടെന്ന് വെന്തു പോകാത്ത വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആക്ച്വലി ഇതൊരു നെകക്ക വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് കുക്കായിട്ട് വരണം. ഇതൊന്ന് കുറച്ച് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി നമ്മളുടെ ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് വെന്തു പോകുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ വെണ്ടയ്ക്കയും തക്കാളിയും ഒക്കെ ഈ ഒരു സമയത്താണ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യമേ ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് വെന്ത് വല്ലാണ്ടങ്ങ് ആയിപ്പോവും, അളിഞ്ഞു പോവും. അപ്പം നമുക്കത് കഴിക്കാൻ അത്ര സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മളത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും ഒന്ന് നമുക്ക് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ലിഡ് വെച്ചിത് ക്ലോസ് ചെയ്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിനി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. ഇത് ആക്ച്വലി ഒരു ഹെൽത്തി റെസിപ്പി ആയതുകൊണ്ട് ഞാൻ ഓയിൽ യൂസ് ചെയ്യുന്നില്ല, ഓയിൽ ഫ്രീ സാമ്പാർ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ചുവന്നുള്ളിയും വറ്റൽമുളകും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ നമ്മുടെ സാമ്പാറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സാമ്പാർ പൊടി വേണം. ആക്ച്വലി ഞാനൊരു 3.5 ടീസ്പൂണോളം സാമ്പാർ പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് നമുക്ക് ചൂടാക്കി എടുക്കണം, കാരണം പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. അതിനുശേഷം നമുക്ക് നമ്മുടെ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എണ്ണയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ എണ്ണയിലാണ് ഈ താളിപ്പ് മുഴുവൻ ചെയ്യേണ്ടത്. ഈവൻ നമ്മളുടെ സാമ്പാർ പൊടി അടക്കം അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.